നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റൊസാരിയോയിൽ നിന്ന് ലോകത്തിലേക്ക് ജീവിക്കുന്ന ഇതിഹാസം. ഇത് മെസ്സിയുടെ കഥ. ദൈവം പറഞ്ഞു ഫുട്ബോൾ ഉണ്ടാകട്ടെ. മെസ്സി ജനിച്ചു. മെസ്സി ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം. പക്ഷേ മെസ്സി അങ്ങനെ തന്നെ വിചാരിക്കുന്നു. താൻ വെറുമൊരു മനുഷ്യനാണ്. വിജയം ഒരിക്കലും യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും അർപ്പണബോധവും നിരന്തരമായ പരിശ്രമവും കൊണ്ട് നേടേണ്ട ഒന്നാണ്. ലയണൽ മെസ്സി എന്ന ഇതിഹാസം ലോകത്തോട് പറഞ്ഞു, എന്നെ സംബന്ധിച്ച് വ്യക്തിഗത റെക്കോർഡുകൾ രണ്ടാമതാണ്. ടീമിനൊപ്പം കിരീടം നേടുക, അതാണ് തൻ്റെ എക്കാലത്തെയും ലക്ഷ്യം. എൻ്റെ കളിയിൽ ഞാൻ കൂടുതൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥ കളിക്കാരൻ. എനിക്ക് വിശ്രമിക്കാനോ സംതൃപ്തനാകാനോ കഴിയില്ല. ഓരോ മത്സരവും എനിക്കൊരുപോലെയാണ്. അത് ഫ്രണ്ട്ലി ആകട്ടെ, ഫൈനലാകട്ടെ, എല്ലാ മത്സരങ്ങളിലും ഞാൻ എൻ്റെ പരമാവധി നൽകുന്നു. ലോകത്തിന് തൻ്റെ പരമാവധി നൽകുന്ന മെസ്സി എന്ന ആ ആടിനെ, മിശിഹായെ ലോകം കാണുന്നു. മെസ്സിയുടെ കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷമാണ് മനുഷ്യകുലത്തിന്. മെസ്സിയുടെ കഥ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് കഠിനാധ്വാനത്തിൻ്റെ, അർപ്പണബോധത്തിൻ്റെ, നിരന്തര പരിശ്രമത്തിൻ്റെ വല്ലാത്തൊരു കഥയാണ്. 1998 അർജന്റീനയിലെ റൊസാരിയോ എന്ന പ്രദേശം. പ്രാദേശികമായി നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ കാണികൾക്ക് കൗതുകമേകി ഒരു കൊച്ചുബാലൻ പന്തുമായി കളിക്കളത്തിൽ കുതിക്കുന്നു. എതിരാളികൾക്കിടയിലൂടെ അവൻ പായുകയാണ്. ഒടുവിൽ തൻ്റെ എതിരാളികളെ നിഷ്പ്രഭരാക്കി ആ മിടുക്കൻ ഗോൾ നേടിയപ്പോൾ അവിടെ കൂടിയിരുന്നവർ ആർപ്പ് വിളിച്ചു. ലോകത്തിൻ്റെ ഫുട്ബോൾ ഭൂപടങ്ങൾക്ക് മുകളിൽ അവൻ്റെ പേര് പിന്നെ അവർ ഉച്ചത്തിൽ കേട്ടു. എന്നാൽ ലോക ഫുട്ബോളറായി മാറുന്നതിന് മുൻപ് ഫുട്ബോളിൻ്റെ ഈ മിശിഹായ്ക്ക് നടന്നു തീർക്കേണ്ടി വന്നത് കല്ലും മുള്ളും നിറഞ്ഞ നീണ്ട വഴികൾ. 1987 ജൂൺ 24 സ്റ്റീൽ ഫാക്ടറി തൊഴിലാളിയായ ജോർജ് ഹൊറാസിയോ മെസ്സിയുടെയും സെലിയ മരിയ ഗുജിറ്റിനി എന്ന തൂപ്പുകാരിയുടെയും 4 മക്കളിൽ മൂന്നാമനായി ലയണൽ മെസ്സി ജനിക്കുന്നു. നന്നേ ചെറുപ്പത്തിൽ മെസ്സി ഫുട്ബോൾ കളിച്ചു തുടങ്ങി. പിതാവ് ജോർജ് ഒഴിവു സമയങ്ങളിൽ ഗ്രാൻറ്റോളിൽ എന്ന പ്രാദേശിക ക്ലബ്ബിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകിയിരുന്നു. പിതാവിൻ്റെ പ്രേരണയാൽ 5-ാം വയസ്സിൽ മെസ്സിയും ആ ഫുട്ബോൾ ക്ലബ്ബിൽ ചേർന്നു. പിന്നീട് 1995 റൊസാരിയോയിലെ പ്രധാന ക്ലബ്ബുകളിലൊന്നായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൽ അവൻ പ്രവേശിച്ചു. 10 വയസ്സ് പ്രായം. ലയണൽ മെസ്സി എന്ന കൊച്ചുപയ്യൻ്റെ ജീവിതത്തിൽ ദുഃഖം കരുതിഴൽ വീഴ്ത്തിയ കാലഘട്ടം. ജീവിതം പോലും വഴിപൊട്ടിച്ചുകൊണ്ട് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം അവനെ പിടികൂടി. ശരീര വളർച്ചയ്ക്ക് ആധാരമായ ഹോർമോൺ ഉൽപ്പാദനമില്ല. ഏറെക്കാലത്തെ ചികിത്സ കൊണ്ട് രോഗം മാറ്റാം. എന്നാൽ അക്കാലത്ത് $900 ഈ ചികിത്സയ്ക്ക് പ്രതിമാസം വേണ്ടത്. മാതാപിതാക്കളുടെ തുച്ഛമായ വരുമാനം കൊണ്ട് ഇത്ര വലിയ ചികിത്സ നടത്താൻ കഴിയില്ല. ഒരു ഫുട്ബോളർ ആകണം എന്നാഗ്രഹിച്ച കൊച്ചുമിടുക്കൻ വീട്ടിലിരുന്ന് പൊട്ടിക്കരയുന്നു. ഒരു ഫുട്ബോളർക്ക് ആവശ്യമായ വലിപ്പമോ ആരോഗ്യമോ മെസ്സിക്കില്ല. പല രാത്രികളും അവൻ കരഞ്ഞു തീർത്തു. കണ്ണുനീരിൽ നനഞ്ഞ തലയിണയിൽ ആ ബാലൻ ദിവസങ്ങളോളം തള്ളി നീക്കി. കാൽപന്ത് കളിയുടെ ലോകം മെസ്സിയെ വിട്ടകലുമോ എന്നവൻ ഭയന്നു. അർജന്റീനയുടെ ഒരു പ്രമുഖ ക്ലബ്ബായ റിവർ പ്ലേക്ക് മെസ്സിയുടെ കഴിവിൽ വലിയ വിശ്വാസമുണ്ട്. എന്നാൽ അവനെ ചികിത്സിക്കാൻ അവർക്ക് മാർഗമില്ല. ലയണൽ മെസ്സിയുടെ ജീവിതകഥ കേട്ടാൽ നമ്മൾ മെസ്സിയെ ആരാധിച്ചു പോകും. സ്വപ്നത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ജോർജ് ഹൊറാസിയോ എന്ന അവൻ്റെ പിതാവിന്. അയാൾ തൻ്റെ മകൻ വലിയ ഫുട്ബോളറാകുന്നത് അന്നേ സ്വപ്നം കണ്ടു. എന്നാൽ ജീവിതമെന്ന യാഥാർത്ഥ്യം അയാൾക്ക് മുന്നിൽ വലിയ പേടി സ്വപ്നമായി. വെറുമൊരു തൂപ്പുകാരിയായ മേരി ബൈബിൾ കഥകൾ വായിച്ച് ഓരോരോ സ്വപ്നങ്ങൾ കാണും. ഒരു നാൾ സ്വന്തം കുടുംബം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ ഭർത്താവിനോട് എപ്പോഴും പറയും. നമ്മുടെ മകൻ വളരെ വലിയ ഉന്നതിയിലെത്തും. മൂത്തവൻ ടോണ്ടി ഗ്രസ്, രണ്ടാമൻ മത്തിയാസ്, മൂന്നാമൻ ലയണൽ മെസ്സി, 4-മതായി ഒരു പെൺകുട്ടി. ആ പിതാവ് ജോലിക്കായി ഫാക്ടറിയിലേക്ക് നടന്നു പോകുമ്പോൾ വഴിയോരത്ത് പന്ത് തട്ടിക്കളിക്കുന്ന കുട്ടികൾ. കരഞ്ഞുണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്ന കൊച്ചുബാലനോട് അവൻ്റെ പിതാവ് പറഞ്ഞു, നീ പുറത്തേക്കിറങ്ങണം, ആ കുട്ടികൾക്കൊപ്പം പോയി കാൽപന്ത് കളിക്കണം. എതിരാളികളെ ഒന്നൊന്നായി കീഴ്പ്പെടുത്തി വല കുലുക്കുമ്പോൾ അവനിലുള്ള ഭാവി കൂട്ടുകാർ പോലും പ്രവചിച്ചിരുന്നു. എന്നാൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസിയിൽ അവൻ്റെ ജീവിതം വഴിമുട്ടുന്നു എന്ന് അവർ കൂടി തിരിച്ചറിഞ്ഞു. കളിക്കിടയിൽ കാലിലെ വേദന മൂലം അവൻ പിടഞ്ഞു. ആരും ആദ്യം വകവെച്ചില്ലെങ്കിലും പിന്നീട് വേദന സഹിക്കാതായപ്പോൾ അവൻ കളിക്കളത്തിൽ കിടന്ന് വേദനയോടെ പിടഞ്ഞു. ഓരോ ദിവസം കഴിയും തോറും
കാലിലേക്കുള്ള രക്തയോട്ടം പോലും കുറയുന്നു. ഓടിക്കളിക്കാൻ കഴിയാതെ ഒരു നാൾ അവൻ വീട്ടിലിരിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതിനകം ലയണൽ മെസ്സി ഫുട്ബോളുമായി വേർപിരിയാനാവാത്ത വിധത്തിൽ അഗാധ പ്രണയത്തിലായി കഴിഞ്ഞു. വേദന വകവയ്ക്കാതെ ആ 11-കാരൻ ദിവസേനയെന്നോണം കാൽപന്ത് കളിയിൽ ഏർപ്പെട്ടു. മികവുറ്റ പന്തടക്കം തീവാറുന്ന ഷോട്ടുകൾ. കൂട്ടുകാർക്കിടയിൽ അവൻ വലിയ ഹീറോ. ലയണലിന് ഫുട്ബോളിലുള്ള വൈദഗ്ധ്യം ആ നാട്ടിലെങ്ങും പാട്ടായി. അവൻ്റെ പിതാവിനെ ഏറെ ഉലച്ചത് രോഗം മാത്രമായിരുന്നില്ല, അവൻ്റെ ഫുട്ബോൾ പ്രേമമായിരുന്നു. വേദനയിൽ തളർന്നിരിക്കാൻ തയ്യാറാകാതിരുന്ന മെസ്സിയെ ആ പിതാവ് ചേർത്ത് പിടിച്ചു. എന്നാൽ അവൻ പന്ത് തട്ടി മാലോകരെ അതിശയിപ്പിച്ചുകൊണ്ടിരുന്നു. രോഗം കീഴടക്കിയ ഒരു കുരുന്നു പ്രതിഭയെക്കുറിച്ചുള്ള വാർത്തകൾ അർജന്റീനയിൽ നിന്ന് സ്പെയിനിലേക്ക് എത്തി. ജോർജിൻ്റെ ചില കുടുംബക്കാർ സ്പെയിനിലുമുണ്ടായിരുന്നു. അന്ന് ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്ന കാർലസ് റെക്സാച്ച് മെസ്സിയെക്കുറിച്ച് അറിയുന്നു. ഇതോടെയാണ് ഈ പ്രതിഭയുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടത്. മെസ്സിയുടെ കളി നിരീക്ഷിച്ചതിന് ശേഷം ബാഴ്സലോണ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ബാഴ്സലോണ ക്യാമ്പിൽ മെസ്സിയെയും കൂട്ടിയെത്താൻ പിതാവിനോട് അവർ ആവശ്യപ്പെട്ടു. ഫാക്ടറിയിലെ സുഹൃത്തുക്കളോട് കടം വാങ്ങിയ പണവുമായി ആ പിതാവ് ലയണൽ മെസ്സിക്കൊപ്പം ബാഴ്സലോണയിലേക്ക്. വലിയ മൈതാനം, അവിടെ പന്ത് തട്ടുന്ന കുരുന്നുകൾക്കൊപ്പം ലയണൽ മെസ്സി വേദനിക്കുന്ന കാലുമായി ഇറങ്ങുന്നു. എന്നാൽ പരിശീലനം 10 മിനിറ്റ് പിന്നിട്ടപ്പോൾ മെസ്സി തൻ്റെ കാലിലെ വേദന മറന്നു. പന്തിൽ അസാമാന്യ നിയന്ത്രണം ചെലുത്തുന്ന നീക്കങ്ങൾ. കാർലോസ് ഇരുന്ന ഇരിപ്പിൽ അരികിൽ കണ്ട ഒരു കടലാസ് തുണ്ടെടുത്തു. 1 വർഷം ലയണൽ മെസ്സി ബാഴ്സലോണയിൽ നിൽക്കട്ടെ, അവൻ്റെ മരുന്നും ചികിത്സയുമൊക്കെ നാട്ടിലാണ് എന്ന് പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അതൊന്നും കാര്യമാക്കേണ്ട. ഇനി മുതൽ ലയണൽ മെസ്സിയുടെ ചികിത്സയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ബാഴ്സലോണ ക്ലബ് ഏറ്റെടുക്കുന്നു. മകൻ്റെ തലയിൽ മുത്തം വെച്ച് ആ പിതാവ് അവിടെ നിന്ന് മടങ്ങുമ്പോൾ അവനോട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന മകനെ. കടുത്ത പരിശീലനവും ഒപ്പം ചികിത്സയുമാണ് ഡോക്ടർ വിധിച്ചത്. ജീവിതത്തിൽ ഒന്ന് കണ്ണടച്ചു തുറന്നപ്പോൾ ഏതോ സ്വപ്നം തന്നെ തേടി വരുന്നു എന്ന് പിതാവ് തിരിച്ചറിഞ്ഞു. ലയണൽ പന്ത് തട്ടുന്നു, പ്രതിയോഗികളെ കീഴ്പ്പെടുത്തുന്നു, ഗോൾ വലയം ലക്ഷ്യമാക്കി അവൻ തൊടുത്ത ഷോട്ടുകൾ. ആ കൊച്ചുബാലൻ്റെ കളി കണ്ട് മതിമറന്ന പിതാവ് ജോർജ് ഓ ജീസസ് എന്നുച്ചത്തിൽ വിളിക്കുന്നു. ഫുട്ബോൾ പരിശീലനം മുടക്കാതിരിക്കാൻ കൊച്ചു ലയണൽ മെസ്സി അടുത്തുള്ള ചായക്കടയിൽ ഒരു ജോലിക്കും കയറി. ലയണൽ മെല്ലെ മെല്ലെ അവൻ്റെ വേദന മറന്നു തുടങ്ങി. പിന്നീട് അവൻ വേദനയെക്കുറിച്ച് സംസാരിച്ചില്ല. എന്നാൽ 10 മിനിറ്റിലധികം നേരം കളിച്ചാൽ കടുത്ത വേദന അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. 1 വർഷം കൊണ്ട് അവൻ എ ടീമിലേക്ക് കുതിച്ചു. ആ സമയത്തൊന്നും ലയണലിന് പ്രതിഫലം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ചികിത്സാ ചെലവ് ഭാരമേറിയതാണ്. അതുകൊണ്ട് തന്നെ ക്ലബിനോട് മറ്റു പണമൊന്നും ചോദിക്കാൻ നിർവാഹവുമില്ല. 2003-2004 കാലഘട്ടം ക്ലബിൻ്റെ വിവിധ കാറ്റഗറി ടീമുകളിൽ ലയണൽ മെസ്സി കളിച്ചു. ആദ്യം ബി ടീമിൽ, പിന്നീട് എ ടീമിലേക്കുള്ള സ്ഥാനക്കയറ്റം. തളർന്ന കാലുകളുമായി കളിക്കളം വിടാൻ ശ്രമിച്ച മെസ്സിയുടെ വാർത്ത അന്ന് അർജന്റീനൻ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു. 2003 നവംബർ 16, അന്ന് മെസ്സിക്ക് വെറും 16 വയസ്സ് മാത്രം പ്രായം. ബാഴ്സലോണ സീനിയർ ടീമിൽ ലയണൽ പന്ത് തട്ടുന്ന ദിവസം. 2004 ഒക്ടോബർ 16 അന്നത്തെ ബാർസ പരിശീലകൻ ഫ്രാങ്ക് റൈക്കാർഡ് ലയണലിനെ അരികിൽ വിളിച്ചു. നാളെ നീ കളിക്കണം. അന്ന് ഡെക്കോയ്ക്ക് പകരമായി ലയണൽ മെസ്സി കളത്തിലിറങ്ങുമ്പോൾ അവന് വലിയൊരു സ്വപ്നം നേടിയതിൻ്റെ ആവേശം. ഫുട്ബോളിൻ്റെ ചരിത്രം തിരുത്തി 16 വയസ്സുകാരൻ ലയണൽ മെസ്സി ബാർസയ്ക്ക് വേണ്ടി പന്ത് തട്ടുന്നു. സ്പെയിനിൽ ഫുട്ബോൾ കൊണ്ട് വിസ്മയം തീർത്ത ലയണലിന് സ്പെയിൻ്റെ രാജ്യാന്തര ടീമിൽ കളിക്കാൻ ഓഫർ ലഭിക്കുന്നു. എന്നാൽ താൻ ജനിച്ചു വളർന്ന അർജന്റീനയിൽ ആ വെള്ളയും നീലയും കലർന്ന കുപ്പായത്തിൽ കളിക്കാനാണ് താല്പര്യം എന്നവൻ ബാഴ്സലോണ ക്ലബിനോട് പറഞ്ഞു. സ്പെയിൻ അവരുടെ ദേശീയ ടീമിൽ അംഗമാകാൻ ലയണൽ മെസ്സിയെ നിർബന്ധിച്ചു. അത് കൂട്ടാക്കാതെ ദേശസ്നേഹം ഒന്നുകൊണ്ട് മാത്രം ലയണൽ മെസ്സി അർജന്റീനയിലേക്ക് മടങ്ങുന്നു. അണ്ടർ 20 ലോകകപ്പ് ലയണൽ മെസ്സി അരങ്ങേറ്റം ഗംഭീരമാക്കി. പിന്നീടവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 2003 നവംബർ 13 പോർട്ടോയുമായുള്ള സൗഹൃദ മത്സരത്തിൽ മെസ്സി കളിച്ചത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല്. 2004 ജൂണിൽ പരോഗ്വയ്ക്കെതിരായ അണ്ടർ 20 സൗഹൃദ മത്സരത്തിലാണ് അർജന്റീനൻ നാഷണൽ ടീമിൽ മെസ്സിയുടെ അരങ്ങേറ്റം. 2005 ഫിഫ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്നു. ഫൈനലിലെ 2 ഗോളടക്കം 6 ഗോളുകൾ. തുടർന്ന് അർജന്റീനൻ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറി.
ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മെസ്സി മാറുന്നു. പിന്നീട് അങ്ങോട്ട് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കളിക്കാരൻ. മെസ്സിയുടെ ജീവിതം ഫുട്ബോളിന്റെ ചരിത്രമായി. ഫുട്ബോളിന്റെ ദൈവം മറഡോണ തന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച ഏക കളിക്കാരനാണ് മെസ്സി. 2006 ജൂൺ 16 അന്ന് 18 വയസ്സുള്ള നീണ്ട മുടിക്കാരൻ അർജന്റീനിയൻ ഫോർവേഡ് ലയണൽ മെസ്സി 74 മിനിറ്റിൽ സെർബിയയ്ക്കും മോണ്ടിനെഗ്രോയ്ക്കുമെതിരെ ഫിഫ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്നു. തന്റെ ആദ്യ മത്സരത്തിൽ 14 മിനിറ്റിനുള്ളിൽ അത്ഭുതക്കുട്ടി തന്റെ ആദ്യ ലോകകപ്പ് ഗോൾ നേടുന്നു. ഒടുവിലിത വടക്കേ അമേരിക്കയിൽ തന്റെ 6ാമത്തെയും അവസാനത്തെയും ലോകകപ്പിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന മെസ്സിയെ ലോകം കാണുന്നു. നീണ്ട 20 വർഷങ്ങളാണ് പിന്നീട് അർജന്റീനിയൻ ജേഴ്സി മെസ്സി അണിഞ്ഞത്. വേദനയും ആനന്ദവും എണ്ണമറ്റ ഉയർച്ചകളും അവൻ കണ്ടു. എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ, സംയുക്തമായി ഏറ്റവും കൂടുതൽ ട്രോഫികൾ നേടിയ കാലഘട്ടം. ഫുട്ബോളിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത പുരസ്കാരമായ ബാലൺ ഡി ഓർ മെസ്സിക്ക് ലഭിച്ചു. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ. ആദ്യ 2 ലോകകപ്പുകളിലും 2006-ലും 2010-ലും ലോകകപ്പ് നേടുന്നതിൽ അർജന്റീന പരാജയപ്പെടുന്നു. എന്നാൽ 2014-ൽ ഫൈനലിലെത്തി. ആ മത്സരത്തിൽ ജർമ്മനിയെ അർജന്റീന നേരിട്ടു. 2018-ൽ റഷ്യയിൽ നടക്കുന്ന അടുത്ത ലോകകപ്പ്. എന്നാൽ 2016-ൽ ചിലിയോട് കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റതിനു ശേഷം മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു. ഈ വിരമിക്കൽ പ്രഖ്യാപനം അർജന്റീനൻ ജനങ്ങളെ വിഷമത്തിലാക്കി. അവർ പൊട്ടിക്കരഞ്ഞു. മെസ്സിയോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്ന ദിവസങ്ങൾ. എനിക്ക് എൻ്റെ ദേശീയ ടീം പ്രവർത്തനം കഴിഞ്ഞു എന്ന് വിലയിരുത്തലിലായി മെസ്സി. 29-ാം വയസ്സിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ച മെസ്സി പിന്നീട് തിരുത്തി. 2018 ലോകകപ്പിൽ അർജന്റീനയ്ക്ക് സ്ഥാനമുറപ്പിക്കാൻ സഹായിക്കുന്നതിൽ ഫസ്റ്റ് ടീമിലേക്ക് മടങ്ങി. ആവേശകരമായ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ മെസ്സിയുടെ അർജന്റീന പരാജയപ്പെട്ടു. അന്ന് അർജന്റീനയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് അവരുടെ 2ാമത്തെ ലോകകപ്പ് കിരീടമുയർത്തി. എന്നാൽ മെസ്സിയുടെ അർജന്റീന ഖത്തറിൽ നടന്ന ലോകകപ്പിൽ മുൻനിരക്കാരായി ഫൈനലിൽ ഫ്രാൻസിനെ നേരിടുന്ന 2022-ലെ കാഴ്ച. ഫൈനലിൽ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ ആത്യന്തിക സ്വപ്നം അവർ സാക്ഷാത്കരിച്ചു. മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് ഉയർത്തി. അർജന്റീന 3ാം തവണയും. 1986-ൽ മറഡോണ അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പ് ഉയർത്തുമ്പോൾ അന്ന് മെസ്സി ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. മറഡോണ തന്റെ 25-ാം വയസ്സിൽ നേടിയ ഗോളിന് സമാനമായിരുന്നു മെസ്സി തന്റെ 19-ാം വയസ്സിൽ നേടിയ ഗോൾ. അന്ന് മെസ്സിഡോണ എന്ന് പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തി. ദൈവത്തിൻ്റെ കാൽ എന്ന വിശേഷണം മെസ്സിക്ക് മേൽ ചാർത്തപ്പെട്ടു. ഏതാണ് മികച്ച ഗോൾ എന്ന് ലോകം വിലയിരുത്തി. മെസ്സിയുടേതോ അതോ മറഡോണയുടേതോ? ഫുട്ബോൾ ലോകം ചേരിതിരിഞ്ഞ് വോട്ടിനിട്ട ചില സർവേകൾ. അന്ന് മെസ്സിയുടെ ഗോളിന് വെറും 12 സെക്കൻഡ് സമയം, മറഡോണയുടേത് 10.8 സെക്കൻഡ്. മെസ്സി പന്തുമായി 60 മീറ്റർ ഓടി, മറഡോണ 62 മീറ്റർ. മെസ്സി 5 കളിക്കാരെ വിട്ടിച്ചു, മറഡോണ 6 കളിക്കാരെ. ഏത് ഗോളാണ് മികച്ചതെന്ന ചോദ്യത്തിന് മറഡോണയ്ക്ക് സംശയമില്ല. എൻ്റെ ഗോൾ തന്നെ എന്ന് മറഡോണ പറഞ്ഞു. എന്നാൽ മെസ്സിയോട് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ അന്ന് ആശുപത്രിയിലായിരുന്ന മറഡോണയ്ക്ക് ഞാൻ എൻ്റെ ഗോൾ സമ്മാനിക്കുന്നുവെന്ന് മെസ്സിയുടെ വാക്കുകൾ. മറഡോണയുടെ ആരോഗ്യത്തിനായി തൻ്റെ ഗോൾ സമർപ്പിച്ച മെസ്സിയുടെ ഹൃദയവിശാലതയാണ് പിന്നീട് കളിക്കളത്തിൽ കണ്ടത്. അർജന്റീനൻ ഫുട്ബോളിൻ്റെ രക്ഷകനായി അവതരിച്ച മെസ്സിയെ പിന്നീട് മറഡോണ പലപ്പോഴും പുകഴ്ത്തി. പന്തിൽ ഇന്ദ്രജാലം കാട്ടി ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നു മെസ്സി എന്ന കളിക്കാരൻ. പിന്നീട് മെസ്സിയുടെ ശിരസിൽ കിരീടങ്ങൾക്ക് മേൽ കിരീടങ്ങൾ വന്നണയുമ്പോഴും അവൻ ശാന്തനായിരുന്നു. ഒരിക്കൽ നിസ്സഹായനായി നിന്ന 11-കാരൻ ലയണൽ മെസ്സിയല്ല ഇന്ന് ലോകത്തിന് മുന്നിലുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കളിക്കാരൻ, കളിക്കളത്തിലെ മാന്യൻ. കളിക്കളത്തിലിറങ്ങിയാൽ അവൻ സ്വാർത്ഥത കാട്ടാറില്ല. എന്നും സ്വന്തം ടീമിലെ മറ്റുള്ളവർക്ക് പാസ് കൊടുത്തിട്ടേയുള്ളൂ ലയണൽ മെസ്സി. സച്ചിനെ പോലെ അല്ലെങ്കിൽ ജാവിയർ സനറ്റിനെ പോലെ വ്യക്തിത്വം തുളുമ്പുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ദൈവമായി കാണുകയാണ് പലരും. സമ്പത്തും താരമൂല്യവും മെസ്സി എന്ന ആ മനുഷ്യനെ ഹഠാത് ആകർഷിച്ചില്ല. മെസ്സിയുടെ പേരിൽ അർജന്റീനയിൽ നിരവധി ചാരിറ്റി ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നു. യുനെസ്കോ എന്ന പ്രസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് മെസ്സി. അർജന്റീന എന്ന ഫുട്ബോൾ ടീമിനെ സ്വന്തം ഇഷ്ടമായി ഹൃദയത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വലിയൊരു ഭാഗം. കാരണം അവർക്ക് മുന്നിൽ അർജന്റീന എന്നാൽ മെസ്സി എന്ന് മാത്രം. മെസ്സിയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നിരവധി ആളുകൾ പറയുന്നു. ഇനി ഇതുപോലൊരു കളിക്കാരൻ ലോകത്ത് ഉദയം ചെയ്യുമോ എന്ന് പലർക്കും സംശയം.
ജോർജും സെലാമേരിയും റോഡ്രിഗസും മത്തിയാസും മരിയയും സ്വപ്നം കണ്ട തങ്ങളുടെ കുടുംബത്തിലെ ആ താരം ലോകത്തിൻ്റെ താരമായി. ലിയോ, നിനക്ക് കഴിയുന്നത് നീ ലോകത്തിന് നൽകി. അതുകൊണ്ട് തന്നെ നീ ചരിത്രത്തിനുമപ്പുറം വളർന്നു കഴിഞ്ഞു. അതുതന്നെയാണ് ഈ ഇതിഹാസ നായകൻ്റെ പൊൻതൂവൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.